ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ ഓപ്ഷൻസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹെഡ്ജിങ് വിത്ത് ഓപ്ഷൻസ് എന്നുള്ള ടോപ്പിക്കാണ്. ഓപ്ഷൻസ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്കറിയാം ഡെറിവേറ്റീവ് മാർക്കിൽ ഡിഫറെൻറ്റ് പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഹെഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, ആർബിട്രേജേഴ്സ്, സ്പ്രെഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിലുള്ള ഒരു പാർട്ടിസിപ്പൻ്റാണ് ഹെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. ഹെഡ്ജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ റിസ്ക് എലിമിനേറ്റ് ചെയ്യാൻ ഡെറിവേറ്റീവ്സിൽ ട്രേഡ് ചെയ്യുന്ന പാർട്ടീസാണ് ഹെഡ്ജേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഹെഡ്ജേഴ്സ് അവരുടെ റിസ്ക് എലിമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഹെഡ്ജിങ് വിത്ത് ഓപ്ഷൻസ് എന്നുള്ള ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പാർട്ടി, ഒരു ഇൻവെസ്റ്റർ അയാളുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് ഹെഡ്ജേഴ്സ് ഫോളോ ചെയ്യാറുണ്ട്. അതിലുള്ള ഒരു 4 സ്ട്രാറ്റജിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹെഡ്ജിങ് ലോങ് പൊസിഷൻ ഇൻ സ്റ്റോക്ക്, ഹെഡ്ജിങ് ഷോർട്ട് പൊസിഷൻ ഇൻ സ്റ്റോക്ക് വിത്ത് കോൾ ഓപ്ഷൻ, ഇൻകം ജനറേഷൻ ത്രൂ ദ സ്ട്രാറ്റജി ഓഫ് റൈറ്റിംഗ് കവേർഡ് കോൾ ആൻഡ് സ്പെക്കുലേഷൻ വിത്ത് സിംഗിൾ ഓപ്ഷൻ. ഇതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെഡ്ജിങ് ലോങ് പൊസിഷൻ ഇൻ സ്റ്റോക്ക് എന്നുള്ള ടോപ്പിക്കാണ്. ഹെഡ്ജിങ് ലോങ് പൊസിഷൻ ഇൻ സ്റ്റോക്കിൽ പറയുന്നത് 2 കാര്യങ്ങളാണ് ഒരു ഹെഡ്ജർ ചെയ്യുന്നത്. ഒന്ന്, സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നു, ബൈയിങ് ഷെയർസ്. ദെൻ അതോടൊപ്പം തന്നെ ആ ഷെയർസ് അണ്ടർലൈൻ അസെറ്റായിട്ട് വരുന്ന ഒരു പുട്ട് ഓപ്ഷനും വാങ്ങുന്നു. ഓക്കെ, അപ്പോൾ ഹെഡ്ജിങ് ലോങ് പൊസിഷൻ ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്രൊട്ടക്റ്റീവ് പുട്ട് സ്ട്രാറ്റജി. പ്രൊട്ടക്റ്റീവ് പുട്ട് സ്ട്രാറ്റജി. അപ്പോൾ ഈ സ്ട്രാറ്റജി പ്രകാരം ഹെഡ്ജർ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഷെയർ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങുന്നു. അപ്പോൾ ഷെയറിൽ അല്ലെങ്കിൽ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഉണ്ടാവും. ഓൾറെഡി ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് പൊസിഷൻ ഇൻ സ്റ്റോക്ക് എന്നാണ് പറയുക. ദെൻ ആ സ്റ്റോക്ക് തന്നെ അണ്ടർലൈൻ അസെറ്റായിട്ട് വരുന്ന ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങുന്നു. പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൈറ്റ് ടു സെല്ലാണ്. സോ പുട്ട് ഓപ്ഷൻ ഓൺ ദ സെയിം സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ആ സ്റ്റോക്ക് ഒരു സ്പെസിഫൈഡ് പ്രൈസിൽ വിൽക്കാനുള്ള ഒരു റൈറ്റ് ആ പുട്ട് ഓപ്ഷൻ പ്രകാരം കിട്ടും. അപ്പോൾ 2 കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഷെയർ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നു, സോ ഷെയർ അയാൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് ആ ഷെയർ തന്നെ അണ്ടർലൈൻ അസെറ്റായിട്ട് വരുന്നൊരു പുട്ട് ഓപ്ഷൻ വാങ്ങുന്നു. സോ പുട്ട് ഓപ്ഷനിലും ലോങ് പൊസിഷൻ ഉണ്ട്. സോ 2 പൊസിഷൻ ഇവിടെ വരും. ലോങ് ഓൺ സ്റ്റോക്കും ഉണ്ട്, ലോങ് ഓൺ പുട്ടുണ്ട്. ലോങ് പുട്ട്, ലോങ് സ്റ്റോക്ക് എന്നാണ് നമ്മളതിനെ പറയും. ഓക്കെ, അപ്പോൾ ഈ പ്രൊട്ടക്റ്റീവ് പുട്ട് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഹെഡ്ജർ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഹെഡ്ജറിന് തോന്നുകയാണ് അയാളുടെ കയ്യിലുള്ള ഷെയറിൻ്റെ പ്രൈസ് ഫ്യൂച്ചറിൽ കുറയും എന്ന് എക്സ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും നമുക്ക് വേണ്ടത് എന്താണ്, ആ ഷെയറിൻ്റെ പ്രൈസ് കൂടണം. അങ്ങനെ കൂടിയ റേറ്റ് നമുക്കത് വിൽക്കുകയും പ്രോഫിറ്റ് ഉണ്ടാക്കുകയും വേണം. അതേസമയം ഷെയറിൻ്റെ പ്രൈസ് കുറയും എന്ന് പറഞ്ഞാൽ ആ ഷെയർ ഹോൾഡ് ചെയ്യുന്ന പാർട്ടീൻ്റെ ഒരു റിസ്ക്കാണ്. കാരണം അങ്ങനെ പ്രൈസ് കുറയുകയാണെങ്കിൽ അയാൾക്ക് പിന്നെ അത് വിറ്റുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല. സോ പ്രൈസ് കുറയും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഹെഡ്ജർ ആ അസറ്റ് തന്നെ അണ്ടർലൈൻ അസെറ്റായിട്ട് വന്ന പുട്ട് ഓപ്ഷൻ വാങ്ങുകയാണ് ചെയ്യുന്നത്. സോ അയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ ഷെയറിൻ്റെ സ്പോട്ട് പ്രൈസ് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പുട്ട് ഓപ്ഷനിൽ ലോങ് പൊസിഷൻ ഉള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് ആ പുട്ട് ഓപ്ഷൻ പ്രകാരമുള്ള റൈറ്റ് എക്സസൈസ് ചെയ്തുകൊണ്ട് അയാളുടെ കയ്യിലുള്ള ഷെയർസ് ആ സ്ട്രൈക്ക് പ്രൈസിന്, ആ ഹയർ റേറ്റിന് അയാൾക്ക് വിൽക്കാനും പ്രോഫിറ്റ് ഉണ്ടാക്കാനും കഴിയും. അതിന് അയാൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഓൺലി എമൗണ്ട് എന്ന് പറയുന്നത് ആ ഓപ്ഷൻ പ്രൈസ് അല്ലെങ്കിൽ ഓപ്ഷൻ പ്രീമിയം ആയിരിക്കും. സോ അയാൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ പ്രൈസ് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ അയാൾ എക്സസൈസ് ചെയ്യുകയും പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യും. ഇനി അയാൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ പ്രൈസ് കുറയുകയല്ല ചെയ്തത്, കൂടുകയാണ് സംഭവിച്ചത് കരുതുക. ഓക്കെ, അപ്പോൾ പ്രൈസ് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ കൂടിയ റേറ്റിൽ നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് വിൽക്കാം. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ആ സമയത്ത് നമ്മൾ പുട്ട് ഓപ്ഷൻ പ്രകാരമുള്ള കുറഞ്ഞ റേറ്റിന് ആ സ്റ്റോക്ക് വിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പുട്ട് ഓപ്ഷൻ ഹോൾഡർ എന്ന് പറഞ്ഞാൽ റൈറ്റ് മാത്രമാണ്, ഒബ്ലിഗേഷൻ ഇല്ല. സോ ബി ഇൻ ദ റൈറ്റ് ആ പുട്ട് ഓപ്ഷൻ ഹോൾഡർ ആ ഓപ്ഷന് എക്സ്പയർ ചെയ്യാൻ വിടുന്നു. സോ അപ്പോൾ അയാൾക്കൊരു ലോസ് ഉണ്ടാകും. ആ ഉണ്ടാകുന്ന ലോസ് എന്ന് പറയുന്നത് മാക്സിമം പ്രീമിയം എമൗണ്ട് മാത്രമായിരിക്കും, അതിൽ അപ്പുറത്തേക്ക് ലോസ് സംഭവിക്കില്ല. സോ അയാൾ എക്സ്പെക്റ്റ് ചെയ്തതിൽ നിന്ന് വിപരീതമായിട്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ അയാൾ എക്സസൈസ് ചെയ്യുന്നില്ല, പക്ഷേ അയാൾക്ക് ലോസ് സംഭവിക്കും. ആ ലോസ് എന്ന് പറയുന്നത്
അയാൾ കൊടുത്തിട്ടുള്ള പ്രീമിയം എമൗണ്ട് മാത്രമായിരിക്കും. അപ്പോൾ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നുകിൽ പ്രൈസ് കൂടും അല്ലെങ്കിൽ പ്രൈസ് കുറയും. പ്രൈസ് കൂടുകയാണെങ്കിൽ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നില്ല, അതേസമയം പ്രൈസ് കുറയുകയാണെങ്കിൽ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുകയും അങ്ങനെ അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഇൻവെസ്റ്റർ 100 രൂപ വാല്യൂ ഉള്ള ഒരു ഷെയർ, ആ ഷെയർ വാങ്ങുന്നുണ്ട്, അതോടൊപ്പം 100 രൂപ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ള ഒരു പുട്ട് ഓപ്ഷനും വാങ്ങുന്നുണ്ട്. ആ പുട്ട് ഓപ്ഷൻ അയാൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ₹8 ആണ്, അതായത് പ്രീമിയം എമൗണ്ട് ₹8 ആണ്. ദെൻ അയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഷെയർ 100 രൂപ കൊടുത്ത് വാങ്ങി അയാളുടെ കയ്യിലുള്ള ഷെയറിൻ്റെ പ്രൈസ് കുറയും എന്ന എക്സ്പെക്റ്റേഷനുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് പുട്ട് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത്. ബുള്ളിഷ് ട്രെൻഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രൈസ് ഫോൾ ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ പാർട്ടി ഷെയർ വാങ്ങുന്നതോടുകൂടെ തന്നെ ആ ഷെയർ അണ്ടർലൈൻ അസെറ്റായിട്ട് വരുന്ന പുട്ട് ഓപ്ഷൻ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് ₹8 ആണ്. ഓക്കെ, ഇനി അയാൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ പ്രൈസ് 90 രൂപയിലേക്ക് കുറയുകയാണ്. 100 രൂപക്ക് വാങ്ങിയ ഷെയർ മാർക്കറ്റിൽ 90 രൂപ കൊണ്ടുപോയി വിൽക്കുക എന്ന് പറയുമ്പോൾ നഷ്ടം സംഭവിക്കും. പക്ഷേ അയാൾ ഓൾറെഡി ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങിയിട്ടുണ്ട്. സോ ഈവൺ 90 രൂപയാണ് സ്പോട്ട് പ്രൈസ് എന്നുണ്ടെങ്കിലും അയാളുടെ കയ്യിൽ ഒരു പുട്ട് ഓപ്ഷൻ ഉള്ള കാരണം 100 രൂപക്ക്, അതായത് പുട്ട് ഓപ്ഷൻ പ്രകാരമുള്ള സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ള 100 രൂപക്ക് ആ ഷെയർ വിൽക്കാനുള്ള റൈറ്റ് അയാൾക്കുണ്ട്. സോ ആ പുട്ട് ഓപ്ഷൻ അയാൾ എക്സസൈസ് ചെയ്യുകയും ആ ഷെയർ അയാൾ 100 രൂപക്ക് വിൽക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 രൂപയായിരിക്കും. കാരണം 100 - 90 - 8 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ പ്രീമിയം അയാൾ ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. അതുകൂടി കുറക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ₹2 കിട്ടും. ഇൻ കേസ് പ്രൈസ് കൂടുകയാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെ പ്രൈസ് കുറഞ്ഞപ്പോഴാണ് അയാൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നത്, അതേസമയം അയാൾ എക്സ്പെക്റ്റ് ചെയ്തതിന് ഓപ്പോസിറ്റായിട്ട് പ്രൈസ് കൂടി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അയാൾ ആ ഓപ്ഷൻ ചൂസ് ചെയ്യൂല, ആ ഓപ്ഷൻ എക്സ്പയർ ചെയ്യാൻ വിടും. അപ്പോൾ അയാൾക്ക് സംഭവിക്കുന്ന ലോസ് എന്ന് പറയുന്നത് ₹8 ആയിരിക്കും. ₹8 എന്ന് പറയുന്നത് അയാൾ കൊടുത്തിട്ടുള്ള പ്രീമിയമാണ്. സോ 2 കേസ് സംഭവിച്ചിവിടെ. ഒന്നുകിൽ പ്രൈസ് കൂടും, പ്രൈസ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എക്സസൈസ് ചെയ്യൂല, അപ്പോൾ അയാൾക്ക് ലോസ് സംഭവിക്കും. പക്ഷേ ആ ലോസ് ലിമിറ്റഡ് ആണ്. അതേസമയം അയാൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ പ്രൈസ് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു ആ ഒരു പുട്ട് ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നത് വഴി. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് അൺലിമിറ്റഡും ലോസ് ലിമിറ്റഡും ആണ്. അതായത് നമ്മളൊരു ലോങ് കോൾ അല്ലെങ്കിൽ ഒരു കോൾ ഓപ്ഷനിൽ ലോങ് പൊസിഷൻ എടുക്കുന്ന അതേ ഇഫക്റ്റാണ് ഇവിടെ ഷെയർ വാങ്ങിക്കൊണ്ടും ആ ഷെയർ തന്നെ അണ്ടർലൈൻ അസെറ്റായിട്ട് വരുന്ന ഒരു പുട്ട് ഓപ്ഷനിൽ ലോങ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് വഴിയും അയാൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സിന്തറ്റിക് ലോങ് കോൾ എന്നുള്ളത്. സിന്തറ്റിക് ലോങ് കോൾ. ഇവിടെ പ്രൊട്ടക്റ്റീവ് പുട്ട് എന്ന് പറയാൻ കാരണം ഒരു പുട്ട് ഓപ്ഷൻ പ്രകാരം അയാളുടെ ലോസ് ലിമിറ്റ് ചെയ്യാൻ അയാൾ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊട്ടക്റ്റീവ് പുട്ട് എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഇവിടെ ഈ പാർട്ടിക്ക് പ്രൊട്ടക്റ്റീവ് പുട്ട് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന പാർട്ടിൻ്റെ പേ ഓഫ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത് കോൾ ഓപ്ഷനിൽ ലോങ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ സിന്തറ്റിക് ലോങ് കോൾ എന്ന് വിളിക്കുന്നത്. ഇനി പ്രൊട്ടക്റ്റീവ് പുട്ടിൻ്റെ പേ ഓഫ് ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. പുട്ട് ഓപ്ഷൻ വാങ്ങുന്നുണ്ട്, അതോടൊപ്പം സ്റ്റോക്കും വാങ്ങുന്നുണ്ട്. അപ്പോൾ രണ്ടും വാങ്ങുകയാണ്. അപ്പോൾ പുട്ട് ഓപ്ഷനിൽ ലോങ് പൊസിഷനാണ്, സ്റ്റോക്കിലും ലോങ് പൊസിഷനാണ്. അതാണ് ഇവിടെ ലോങ് പുട്ട് ലോങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഈ ലോങ് പുട്ട് കാണിക്കുന്ന കർവ് എന്ന് പറയുന്നത് ചെറിയ ഡോട്ട് കാണിച്ചിട്ടുള്ള ലൈനാണ് ലോങ് പുട്ട്. അതേസമയം കുറച്ചും കൂടി ബോൾഡായിട്ട് കുറച്ച് വലിയ ഡോട്ട്സ് കാണിക്കുന്ന ലൈനാണ് ലോങ് സ്റ്റോക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ലോങ് പുട്ട് നോക്കാം. ലോങ് പുട്ട് എന്ന് പറഞ്ഞാൽ പുട്ട് ഓപ്ഷനിൽ ലോങ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷൻ പ്രകാരം ഇവിടെ 100 രൂപയാണ് സ്ട്രൈക്ക് പ്രൈസ് വരുന്നത്. സോ 100 രൂപ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ളൊരു പുട്ട് ഓപ്ഷൻ ഹെഡ്ജറിൻ്റെ കയ്യിലുണ്ട്. സോ അതിൻ്റെ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപക്ക് താഴെയാണ് എന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ അയാൾ എക്സസ് ചെയ്യുകയും പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ 100 രൂപയുടെ താഴേക്ക്, അതായത് സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കുറവാണ് സ്പോട്ട് പ്രൈസ് എന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ ഹോൾഡർക്ക് അല്ലെങ്കിൽ ലോങ് പുട്ട് പൊസിഷനിൽ എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ സ്പോട്ട് പ്രൈസ് കൂടും തോറും ആ പ്രോഫിറ്റ് കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് ലോങ് പുട്ട് ലൈന് താഴേക്ക് വരുന്നത്. ദെൻ 100 റുപ്പീസിലെത്തിയാൽ പിന്നെ ലോസ്, അതായത് 92 കഴിഞ്ഞാൽ പിന്നെ ലോസാണ്. 92 ബ്രേക്ക് ഈവൺ പോയിൻ്റാണ്. അവിടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത പൊസിഷനാണ് കാണിക്കുന്നത്.
ദെൻ 92ൻ്റെ താഴേക്കും പോന്നാൽ ലോസായി തുടങ്ങുകയാണ്. അങ്ങനെ 100ലേക്ക് എത്തിയാൽ ലോസ് 8-ലെത്തുന്നു. ദെൻ 100ൻ്റെ മുകളിലേക്ക് സ്പോട്ട് പ്രൈസ് പോകുമ്പോൾ ലോസ് കൂടുന്നില്ല, ലോസ് എത്ര തന്നെ വരുന്നുള്ളൂ, ₹8 വരുന്നുള്ളൂ. ഓക്കെ, അതാണ് ലോങ് പുട്ട്. ഇനി ലോങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു പാർട്ടി, അതാണ് ലോങ് സ്റ്റോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പോട്ട് പ്രൈസ് കൂടും തോറും സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത പാർട്ടിക്ക് ലാഭമാണ് ഉണ്ടാക്കുക. കാരണം എന്താണ്, നമ്മൾ ഒരു 100 രൂപ കൊടുത്ത് വാങ്ങിയിട്ടുള്ള സ്റ്റോക്കാണ് കരുതുക, അതിൻ്റെ മാർക്കറ്റിൽ പ്രൈസ് കൂടും തോറും അത് നമ്മുടെ പ്രോഫിറ്റാണ് കാണിക്കുന്നത്. സോ സ്പോട്ട് പ്രൈസ് കൂടുന്നതനുസരിച്ച് ലോങ് സ്റ്റോക്കിൽ പ്രോഫിറ്റും കൂടിക്കൊണ്ടിരിക്കും. അതാണ് അതൊരു അപ്വേർഡ് ലൈനായിട്ട് കാണിച്ചിട്ടുള്ളത്, ലോങ് സ്റ്റോക്കിൻ്റെ കർവ്. ദെൻ ഇവിടെ 92-ഉം 108-ഉം നോ പ്രോഫിറ്റ് നോ ലോസ് ഏരിയയാണ്. ദെൻ അതോടൊപ്പം തന്നെ പ്രൊട്ടക്റ്റീവ് പുട്ട് എന്ന് പറഞ്ഞൊരു ലൈന് കാണിച്ചിട്ടുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രോഫിറ്റ് അൺലിമിറ്റഡും ലോസ് ലിമിറ്റഡുമാണ്. ലോസ് 8 എന്നുള്ളതിനപ്പുറത്തേക്ക് പോകുന്നില്ല, അതേസമയം പ്രോഫിറ്റ് സ്പോട്ട് പ്രൈസ് കൂടുന്നതനുസരിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പ്രൊട്ടക്റ്റീവ് പുട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പേ ഓഫ് പ്രൊട്ടക്റ്റീവ് പുട്ട്. ഒരു പ്രൊട്ടക്റ്റീവ് പുട്ട് വഴി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് പുട്ട് സ്ട്രാറ്റജി വഴി പാർട്ടിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഓർ ലോസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് അൺലിമിറ്റഡും ലോസ് ലിമിറ്റഡും ആണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊട്ടക്റ്റീവ് പുട്ട് സ്ട്രാറ്റജി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഫസ്റ്റ് 1 സ്ട്രാറ്റജിയാണ്. ഇനിയും ഇതുപോലെ 3 സ്ട്രാറ്റജി നമുക്ക് പറയാനുണ്ട്, അത് അടുത്ത സെഷനിൽ പറയാം. താങ്ക് യു.